ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആയുർവേദ ചികിത്സയിൽ തന്നെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു തൈലമാണ് ധന്വന്തരം തൈലം. പ്രധാനമായിട്ടൊരു വാദശമനമായിട്ടാണ് ഈ തൈലം വർക്ക് ചെയ്യുന്നത്. വാദരോഗങ്ങൾ, വാദവ്യാധികളിലൊക്കെ വളരെയധികം റിസൾട്ടുള്ള ഒരു തൈലമാണത്. വലിയ ആൾക്കാർക്കും അതുപോലെ തന്നെ കുട്ടികളിലും ഗർഭിണികളിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുറുന്തോട്ടിയാണ് ഇതിൽ മെയിൻ ഒരു ഘടകം. അതുകൂടാതെ തന്നെ ഇരട്ടി മധുരം, മറ്റ് 40-ലധികം ഡ്രഗ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എള്ളെണ്ണ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് 3 തരത്തിൽ അവൈലബിൾ ആണ്. അതായത് ഒന്ന് ധന്വന്തരം കുഴമ്പായിട്ടും, മറ്റൊന്ന് ധന്വന്തരം തൈലമായിട്ടും, മൂന്നാമത് ആവർത്തിച്ച് ചെയ്യുന്നത് ആവർത്തി എന്ന് പറയും. ധന്വന്തരം കുഴമ്പും തൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുഴമ്പിൽ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ആ ബോട്ടിൽ എടുത്താൽ മനസ്സിലാവും, അതിൽ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കുഴമ്പ് ഉണ്ടാവുക. അതും ഗുണങ്ങൾ ഒരുപോലെ തന്നെയാണെങ്കിലും വ്യത്യാസം എന്ന് പറയുന്നത് ധന്വന്തരം കുഴമ്പിൽ തേൻമെഴുക് എന്ന് പറയുന്നത് സർജരസം എന്ന് സംസ്കൃതത്തിൽ പറയും. അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിൽ കുഴമ്പിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആവർത്തി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ധന്വന്തരം തൈലം തന്നെ പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഒന്നാണ് ആവർത്തി എന്ന് പറയുന്നത്. 7 ആവർത്തി, 41 ആവർത്തി, 101 ആവർത്തി എന്നിങ്ങനെ പലതരത്തിൽ ആവർത്തിച്ചത് ലഭ്യമാണ്. ഈ ധന്വന്തരം ആവർത്തികൾ കൂടുതലും കഷായത്തിൽ ചേർത്തിട്ടും മറ്റ് കഷായങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലും നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഓരോ ഡോക്ടർമാരുടെ യുക്തി പോലെ പല കണ്ടീഷൻസിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരുപോലെ തന്നെ ഞരമ്പുകളെയും നാഡീവ്യവസ്ഥയെയും അതുപോലെ തന്നെ മസിലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തൈലമാണ്. അതുപോലെ തന്നെ മസ്കുലർ ആയിട്ടുള്ള പെയിൻ ഉള്ള അവസ്ഥകളിൽ നമുക്ക് ധന്വന്തരം തൈലം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് തേച്ച് കുളിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു തൈലമാണ് ധന്വന്തരം തൈലം. അതുപോലെ തന്നെ പ്രസവ ശേഷം തേച്ച് കുളിക്കും ധന്വന്തരം കുഴമ്പും തൈലവും യൂസ് ചെയ്യാറുണ്ട്. കുട്ടികളിൽ, അതായത് കുറച്ച് വലുതായ കുട്ടികളിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേച്ച് കുളിക്കാൻ ധന്വന്തരം തൈലം യൂസ് ചെയ്യാറുണ്ട്. ചെറിയ കുട്ടികളിൽ നാൽപ്പാമരാതി തൈലമൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ജനറൽ ഒരു ക്ഷീണം, അതായത് ഒരു ഉന്മേഷക്കുറവ്, വയസ്സായി വരുന്ന അവസ്ഥകളിൽ, പ്രായം കൂടി വരുന്ന അവസ്ഥകളിലൊക്കെ നമുക്ക് തേച്ച് കുളിക്കാൻ സഹായിക്കുന്ന ഒരു തൈലമാണ് ധന്വന്തരം തൈലം. അതുപോലെ തന്നെ നടുവേദന, കഴുത്ത് വേദന, മുട്ടുവേദന എന്നീ അവസ്ഥകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പഞ്ചകർമ്മ ചികിത്സകളിൽ പ്രധാനമായിട്ടും നസ്യം, വസ്തി, അഭ്യംഗം, അതുപോലെ തന്നെ ശിരോധാരയിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തൈലമാണ് ധന്വന്തരം തൈലം. ലിഗമെന്റ് പ്രോബ്ലം, അതായത് ടിയർ, അതുപോലെ തന്നെ ലിഗമെന്റിന് ചതവ് വരുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ധന്വന്തരം തൈലം യൂസ് ചെയ്യാവുന്നതാണ്. മൂത്ര തടസ്സമുള്ളവരിൽ, അതായത് ന്യൂറോളജിക്കൽ ഇഷ്യൂസിന് ശേഷം മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലൊക്കെ നമുക്ക് ധന്വന്തരം തൈലം പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് തൈലം യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ധന്വന്തരം തൈലം അല്ലെങ്കിൽ കുഴമ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ചൂടാക്കിയതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. തേച്ച് കുളിക്കാൻ നമുക്ക് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പ്രധാനമായിട്ടും ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് റിസൾട്ട് കിട്ടാറുള്ളത്. ഗർഭിണികളിൽ നമുക്ക് ധന്വന്തരം തൈലവും കുഴമ്പും ഒരുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേച്ച് കുളിക്കാൻ സഹായിക്കുന്നതാണ്, തേച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് നോർമൽ ഡെലിവറി ഉള്ള അവസ്ഥകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാം. സിസേറിയൻ ഡെലിവറി ഉള്ള അവസ്ഥകളിലൊക്കെ സ്റ്റിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കൊരു തൈലം യൂസ് ചെയ്യാൻ പാടുള്ളതുള്ളൂ. അതുപോലെ തന്നെ മൂത്ര തടസ്സമുള്ളവരിൽ പ്രധാനമായിട്ടും സ്ട്രോക്ക്, മറ്റ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഇൻകോണ്ടിനൻസ് പോലെ വരും. മൂത്രം അറിയാതെ പോവുക, പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ പോവുക. അപ്പോൾ ബ്ലാഡറിൻ്റെ ശക്തി കൂട്ടാനൊക്കെ നമുക്ക് പുക്കിളിന് താഴെ ഒരു പഞ്ഞിയിൽ നമുക്ക് ധന്വന്തരം തൈലം ഒരു പിജു എന്നുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഡെയിലി ചെയ്യുന്നതിലൂടെ ആ യൂറിൻ്റെ കൺട്രോള് കിട്ടാൻ നമുക്ക് സഹായിക്കാറുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ കുട്ടികളിൽ, ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് നാൽപ്പാമരാതിയാണ് നല്ലതെങ്കിലും വലിയ കുട്ടികളിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേച്ച് കുളിക്കാൻ, അതായത് ഒരു കോംപ്ലക്ഷനൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് തേച്ച് കുളിക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. ധന്വന്തരം തൈലം 200 ml, 450 ml എന്നിങ്ങനെയൊക്കെ
നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആവർത്തിയും ചെറിയ ഡ്രോപ്സ് രീതിയിലും അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ രീതിയിലും പല കമ്പനികളുടെയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഓക്കെ, എല്ലാവർക്കും ധന്വന്തരം തൈലത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.